ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് മോഡ്യൂളിലോട്ട് പോകാം. അഞ്ചാമത്തെ മോഡ്യൂൾ. അപ്പോൾ ഫസ്റ്റ് 4 മോഡ്യൂൾസിൽ നമ്മൾ എന്താ പഠിച്ചതെന്നുള്ളത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ക്രിപ്റ്റോഗ്രഫിക് നോക്കി. അതായത് കുറേ ഡെഫിനിഷൻസ്, കുറേ ടേംസ്, കുറേ കൺസെപ്റ്റുകൾ റിലേറ്റഡ് ടു ക്രിപ്റ്റോഗ്രഫി ആൻഡ് സെക്യൂരിറ്റി, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി. അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ബേസിക് ഇൻഫർമേഷൻ ഓഫ് ക്രിപ്റ്റോഗ്രഫി ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയാണ് നമ്മൾ നോക്കിയത്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയത് എന്തായിരുന്നു? ഒരു സെക്യൂരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും 2 കൺസെപ്റ്റാണ് അതിൻ്റെ പിന്നിൽ വരുന്നത്. ഓക്കെ, അതായത് കോൺഫിഡൻഷ്യാലിറ്റി മെൻഷർ ചെയ്യാൻ പറ്റണം, ഓതൻറ്റിക്കേഷനും മെൻഷർ ചെയ്യാൻ പറ്റണം. ദറ്റ് മീൻസ് വാട്ട് എവർ ഡേറ്റ യു ആർ ഗോയിങ് ടു സെൻഡ് ഫ്രം ദ സെൻഡർ സൈഡ് ടു ദ റിസീവർ സൈഡ് മസ്റ്റ് ബി ഹൈലി കോൺഫിഡൻഷ്യൽ. അതുകൊണ്ടാണല്ലോ നമ്മൾ സെക്യൂരിറ്റി മെക്കാനിസംസ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് എന്താണ്? By what means you can ensure confidentiality to your data? By performing encryption techniques. ഓക്കെ, എൻക്രിപ്ഷൻ ടെക്നിക്സ് അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കോൺഫിഡൻഷ്യാലിറ്റി എൻഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറയുന്ന എൻക്രിപ്ഷൻ ടെക്നിക്സ്, ദാറ്റ് മീൻസ് വേരിയസ് കൈൻഡ്സ് ഓഫ് എൻക്രിപ്ഷൻ അൽഗോറിതംസ് ആണ് നമ്മൾ പഠിച്ചത്. അതായത് ശരിക്കും പറഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്യുന്നത് സിമെട്രിക് ആയിട്ടും അസിമെട്രിക്കും ആയിട്ടും ആയിരുന്നു അല്ലേ. അപ്പോൾ സിമെട്രിക് മെത്തേഡ്സ് നമ്മൾ DSM, AES അതെല്ലാം നമ്മൾ നോക്കി അല്ലേ. അത് ബ്ലോക്ക് സിഫർ ഉണ്ട്, സ്ട്രീം സിഫർ ഉണ്ട്, അതെല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലെല്ലാം നോക്കി, ഫസ്റ്റും സെക്കൻഡ് മോഡ്യൂളായിട്ടൊക്കെ നോക്കി. പിന്നെ അതിനുശേഷം നമ്മൾ അസിമെട്രിക് കൺസെപ്റ്റിലോട്ട് പോയി. അസിമെട്രിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് സ്കീം എന്ന് പറയുന്ന മറ്റൊരു ടേമിലാണ് അറിയപ്പെടുന്നത്. അപ്പം പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് സ്കീം എന്ന് പറയുന്ന അസിമെട്രിക് മെത്തേഡും നമ്മൾ നോക്കി, അസിമെട്രിക് എൻക്രിപ്ഷൻ മെത്തേഡും നമ്മൾ നോക്കി. അതായിരുന്നു നമ്മുടെ RSAയും ഡിഫി-ഹെൽമനും അതുപോലെ തന്നെ എലിപ്റ്റിക് കർവ് ക്രിപ്റ്റോഗ്രഫിയും അതൊക്കെയായിരുന്നു നമ്മൾ തേർഡ് മോഡ്യൂളൊക്കെ നോക്കിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 3 മോഡ്യൂൾസ് മെയിൻലി ഫോക്കസസ് ഓൺ ഹൗ ടു എൻഷുവർ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് യുവർ ഡേറ്റ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയസ് എൻക്രിപ്ഷൻ മെത്തേഡ്സ്. അതായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. പക്ഷേ ഫോർത്ത് മോഡ്യൂളിൽ എന്താ, നമ്മുടെ സെക്കൻഡ് ആസ്പെക്ട് ഓഫ് സെക്യൂരിറ്റി നമ്മൾ ഫോക്കസ് ചെയ്തു. ദാറ്റ് മീൻസ് ഹൗ യു ക്യാൻ എൻഷുർ ഓതൻറ്റിക്കേഷൻ. ദാറ്റ് മീൻസ് സെൻഡേഴ്സ് അതുപോലെ റിസീവേഴ്സ് ഇവരൊക്കെ ഓതൻറ്റിക്കേറ്റഡ് പേഴ്സൺ തന്നെയാണോ എന്നുള്ള ക്ലാരിറ്റി, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഓതൻറ്റിസിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഫോർത്ത് മോഡ്യൂളിൽ നോക്കിയത്. ഹാഷ് കൺസെപ്റ്റ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, പിന്നെന്താ മാക്കിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കി. എന്നിട്ട് ഫേമസ് അൽഗോരിതംസ് ഒന്ന് നോക്കി അല്ലേ, നമ്മുടെ MD5ഉം അതുപോലെ തന്നെ ഷായും. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ആപ്ലിക്കേഷൻ ലെവൽ സെക്യൂരിറ്റിയാണ്. ദാറ്റ് മീൻസ് നമുക്ക് ഓവറോൾ ആയിട്ടുള്ള സെക്യൂരിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം സെക്യൂരിറ്റി എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റും? ഓക്കെ, ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടി സെക്യൂരിറ്റി എൻഷുർ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ വാട്ട് ഓൾ സെക്യൂരിറ്റി മെക്കാനിസംസ് ക്യാൻ ബി അഡോപ്റ്റഡ് വിച്ച് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ അസ് ടു പ്രൊവൈഡ് സെക്യൂരിറ്റി ടു ദാറ്റ് സ്പെസിഫിക് ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷന് മാത്രം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി മെക്കാനിസംസ് എന്തൊക്കെയാണുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും അഞ്ചാമത്തെ മോഡ്യൂളിൽ നമ്മൾ 3 മെയിൻ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. PGP, പ്രട്ടി ഗുഡ് പ്രൈവസി. സെക്കൻഡ് എന്ന് പറയുന്നത് SMIME. ഓക്കെ, SMIME എന്ന് വെച്ചാൽ സെക്യൂർഡ് മൈം. ഓക്കെ, മൂന്നാമത്തത് IPsec. ഇങ്ങനെ 3 ആപ്ലിക്കേഷൻസാണ് ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള 3 മെക്കാനിസംസ് ആണ് ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള സെക്യൂരിറ്റി മെക്കാനിസമായിട്ട് നമ്മൾ ഈ മോഡ്യൂളിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ PGPയും SMIMEഉം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിൽ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന സംഭവമാണ്. ഇമെയിൽ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുവന്ന 2 സെക്യൂരിറ്റി മെക്കാനിസംസ് ആണ് PGPയും SMIMEഉം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. PGPയിലോട്ട് തന്നെ ആദ്യം പോവാം. PGP എന്ന് പറയുന്നത് എന്താണ്? പ്രട്ടി ഗുഡ് പ്രൈവസി. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ us in order to provide security to our email. ഓക്കെ, ഇമെയിലിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രട്ടി ഗുഡ് പ്രൈവസി എന്ന് പറയുന്ന PGP. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ സിമ്മർമാൻ ഓക്കെ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് PGP പ്രപ്പോസ് ചെയ്തത്. ശരിക്കും എന്തിനു വേണ്ടിയായിരുന്നു? ഇമെയിൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് PGP മുന്നോട്ട് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ഈ PGPയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി യൂട്ടിലൈസിങ് ദ ബെസ്റ്റ് ക്രിപ്റ്റോഗ്രാഫിക് അൽഗോറിതംസ് വിച്ച് ഇസ് ഹെൽപ്ഫുൾ ഫോർ us ടു എൻഷുർ ദ ഇമെയിൽ സെക്യൂരിറ്റി. അതായത് തീർച്ചയായിട്ടും ഇമെയിലിന് വേണ്ടിയാണ് സെക്യൂരിറ്റി മെക്കാനിസം കൊണ്ടുവന്നത്, PGP എന്ന് പറയുന്ന സെക്യൂരിറ്റി മെക്കാനിസം കൊണ്ടുവന്നതെങ്കിലും ഇതിനകത്ത് നമ്മൾ ഇതുവരെ പഠിച്ച ക്രിപ്റ്റോഗ്രാഫിക് അൽഗോറിതംസ് യൂസ് ചെയ്ത് തന്നെയാണ് ഈ പറയുന്ന സെക്യൂരിറ്റി മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ പുതിയൊരു അൽഗോറിതം ഒന്നും അല്ല. വാട്ട് ഓൾ അൽഗോറിതംസ് ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് സോ ഫാർ, നമ്മൾ അതിലെല്ലാം ഒന്നും പഠിച്ചതായിട്ടല്ല ഞാൻ പറഞ്ഞു വരുന്നത്.
എന്നാലും ഫേമസ് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പറയുന്ന ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ് തന്നെയാണ് എന്തിന് യൂസ് ചെയ്യുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ ഇമെയിൽ സെക്യൂരിറ്റിക്ക് സെക്യൂരിറ്റി കൺസെപ്റ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടി PGP യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി എ ജനറൽ പർപ്പസ് അൽഗോരിതം. ഓക്കെ, ആൻഡ് പാക്കേജ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഇസ് ഓൾവേസ് വെരി മച്ച് ഫ്ലെക്സിബിൾ. ഓക്കെ, ഇൻക്ലൂഡിങ് ദ സോഴ്സ് കോഡ് ആൻഡ് ഇറ്റ് ഇസ് റെഡ്ലി അവൈലബിൾ. കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി നമ്മളങ്ങനെ സാധാരണ ഇത് യൂസ് ചെയ്യാറില്ല, എന്നാൽ പോലും വളരെ റെഡ്ലി അവൈലബിൾ ആയിട്ടും ഫ്രീ ഓഫ് കോസ്റ്റുമാണ്. വളരെയധികം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഈ PGP എന്ന് പറയുന്ന ഇമെയിൽ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം വയാ ക്രിപ്റ്റ് പോലെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലെല്ലാം ഈ പറയുന്ന PGPയുടെ കൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് PGPയുടെ ബേസിക് കാര്യങ്ങളിലോട്ട് പോകാം. ദാറ്റ് മീൻസ് PGP എങ്ങനെയാണ് ഇമെയിൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ബിഫോർ ഗോയിങ് ഓൺ ടു ദ ഡീറ്റെയിൽസ് ഓൺ ഹൗ ദിസ് PGP ഈസ് ഹെൽപ്ഫുൾ ഫോർ അസ് ടു പ്രൊവൈഡ് ഓർ എൻഷുർ സെക്യൂരിറ്റി ഫോർ ഇമെയിൽ സർവീസസ് ആൻഡ് ഓൾ, വിൽ ഹാവ് ടു ഫസ്റ്റ് ഓഫ് ഓൾ ഫോക്കസ് ഓൺ വേരിയസ് നൊട്ടേഷൻസ്. കുറച്ച് നൊട്ടേഷൻസ് നമുക്ക് പഠിച്ചിരിക്കണം. കാരണം ഈ നൊട്ടേഷൻസ് വെച്ചിട്ട് മാത്രമേ ഓരോ സ്റ്റെപ്സിലും ഇമെയിലിനെ സെക്യൂർഡ് ആക്കി വെക്കാൻ PGP എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ആദ്യം എന്തൊക്കെയാണ് നൊട്ടേഷൻസ് നോക്കുന്നതെന്നുള്ളത് നോക്കാം. KS ഈസ് ആക്ച്വലി എ സെഷൻ കീ. എന്താണ് സെഷൻ കീ? നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. സെഷൻ കീ ഈസ് എ സീക്രട്ട് കീ വിച്ച് ഇസ് യൂസ്ഡ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് ദ റിസീവർ, വിച്ച് ഇസ് യൂസ്ഡ് ബൈ ദ സെൻഡർ ആൻഡ് ദ റിസീവർ only which is lasting for a particular session. That means its lifetime will be only lasting for a specific session. ഒരു സെഷൻ, ഒരു ഡ്യൂറേഷൻ, ദാറ്റ് മീൻസ് ഇപ്പോൾ 10 to 10:45 ആണ് ഒരു സെഷൻ എങ്കിൽ ആ സെഷൻ മാത്രം ലാസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് മാത്രം ആ സെഷനിൽ മാത്രം ആക്റ്റീവായിട്ട് നിലനിൽക്കുന്ന ഒരു കീ ആയിരിക്കും ഈ സെഷൻ കീ. അത് ശരിക്കും ആ ഇൻഫർമേഷൻ അറിയാവുന്നത്, ഈ സെഷൻ കീയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാവുന്നത് ആർക്ക് മാത്രമായിരിക്കും? ഈ സെൻഡറിനും റിസീവറിനും ആയിരിക്കും. ഓക്കെ, ഈ സെൻഡറും റിസീവറും ഇനി 11 മണി തൊട്ട് 11:45 വരെ വീണ്ടും അടുത്തൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അടുത്തൊരു സെഷൻ കീ ജനറേറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, ഈവൻ ദോ ദ സെൻഡർ ആൻഡ് ദ റിസീവർ അത് സെയിം പീപ്പിൾ ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ അതാണ് സെഷൻ കീ. PRA എന്ന് പറയുന്നത് ഇഫ് A ഈസ് കൺസിഡർഡ് ആസ് എ സെൻഡർ ആൻഡ് B ഈസ് എ റിസീവർ. ഓക്കെ, അങ്ങനെ അസ്യൂം ചെയ്യാം. A എന്ന് പറയുന്നതാണ് സെൻഡർ, B എന്ന് പറയുന്നതാണ് റിസീവർ എങ്കിൽ തീർച്ചയായിട്ടും എന്താ, Aക്ക് ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും, അതാണ് PRA. Aയുടെ തന്നെ പബ്ലിക് കീ ആണ് PUA. ഓക്കെ, അപ്പം PRA എന്ന് പറയുന്നത് സെൻഡർ എന്ന് പറയുന്ന Aയുടെ പ്രൈവറ്റ് കീയും സെൻഡർ എന്ന് പറയുന്ന Aയുടെ പബ്ലിക് കീയുമാണ് PRAയും PUAയും. ഓക്കെ, അടുത്തത് നമുക്ക് 2 ടൈപ്സ് ഓഫ് എൻക്രിപ്ഷൻ ഇവിടെ നടത്തുന്നുണ്ട്. സിമ്മട്രിക് എൻക്രിപ്ഷനും അതുപോലെ തന്നെ അസിമെട്രിക്കും. അസിമെട്രിക്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റം. ശരിയല്ലേ? അസിമെട്രിക്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റം. അപ്പോൾ ജസ്റ്റ് സിംപ്ലി ഞാനൊന്ന് റിവൈൻഡ് ചെയ്ത് പറഞ്ഞു തരാം. സിമ്മട്രിക് എൻക്രിപ്ഷൻ മെത്തേഡ്സിലാണെങ്കിൽ വാട്ട് എവർ കീ ഈസ് യൂസ് ഇൻ ദ സെൻഡർ സൈഡ്, ദ സെയിം കീ വിൽ ബി യൂസ് ഇൻ ദ റിസീവർ സൈഡ്. അതായത് ഒരൊറ്റ കീയേ ഉണ്ടാവുള്ളൂ അല്ലേ? സിമ്മട്രിക് ക്രിപ്റ്റോഗ്രാഫിക് മെത്തേഡിൽ ഓൺലി എ സിംഗിൾ കീ വിൽ ബി യൂസ്ഡ് ഇൻ ദ സെൻഡർ സൈഡ് ആൻഡ് ദ റിസീവർ സൈഡ് ടു ഡു ദ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ പ്രോസസ്. അതായത് ഒരു പർട്ടിക്കുലർ കീ ഉണ്ടാവും, ആ കീയിൽ സെൻഡർ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സെയിം കീ വെച്ചിട്ടായിരിക്കും റിസീവർ ഡീക്രിപ്റ്റ് ചെയ്യുന്നത്. വേറൊരു കീ ഉണ്ടാവില്ല, ഒറ്റ കീ വെച്ചിട്ടായിരിക്കും എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ചെയ്യുന്നത്. അതാണ് സിമ്മട്രിക്. സെയിം കീ ഈസ് യൂസ് ഇൻ ദ സെൻഡർ ആൻഡ് ദ റിസീവർ സൈഡ്. അതേസമയം അസിമെട്രിക് ആണ് അല്ലെങ്കിൽ പബ്ലിക് കീ എന്ന് പറയുന്ന മെത്തേഡ് ആണെങ്കിൽ എന്താണ്? 2 കീ ഉണ്ടാവും, ഒരു കീ പെയർ തന്നെ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് 2 പേരും കീ പെയർസ് ജനറേറ്റ് ചെയ്യണമെന്നില്ല. ആരെങ്കിലും ഒരാളായിരിക്കും കീ പെയർ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആൾ. ഒന്നുകിൽ സെൻഡർ ഈ പറയുന്ന കീ പെയർ ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ റിസീവർ കീ പെയർ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ സെൻഡറാണ് കീ പെയർ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ സെൻഡറിൻ്റേതായ പ്രൈവറ്റ് കീ ഉണ്ടാവും, സെൻഡറിൻ്റേതായ പബ്ലിക് കീ ഉണ്ടാവും. അപ്പോൾ മനസ്സിലാക്കുക, ഈ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ലിങ്ക്ഡ് ആയിട്ട് കിടക്കുവാണ്. അതായത് ഒരു ബന്ധവുമില്ലാത്ത കീസ് അല്ല ഈ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും. സംതിങ് റിലേഷൻഷിപ്പ് വിൽ ബി എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദീസ് 2 കീസ്. ആ രീതിയിലായിരിക്കും ഇതിനെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. പ്രൈവറ്റ് കീയും പബ്ലിക് കീയും. പ്രൈവറ്റ് കീ കിട്ടിക്കഴിഞ്ഞാൽ പബ്ലിക് കീയിൽ നിന്നും എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം, പബ്ലിക് കീ എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം, ആ രീതിയിലാണ് ഇവർ ജനറേറ്റ് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നമ്മുടെ PGPയുടെ കൺസെപ്റ്റ് വെച്ച് ഇമെയിൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ 2 ക്രിപ്റ്റോഗ്രാഫിക് മെത്തേഡ്സും ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. സിമ്മട്രിക് ക്രിപ്റ്റോഗ്രാഫിക് മെത്തേഡും അസിമെട്രിക് അല്ലെങ്കിൽ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് മെത്തേഡും. അപ്പോൾ ഇവർ തമ്മിൽ വേർതിരിച്ചറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്മട്രിക് എൻക്രിപ്ഷൻ ആണെങ്കിൽ EC, സിമ്മട്രിക് എൻക്രിപ്ഷൻ ആണെങ്കിൽ EC, സിമ്മട്രിക് ഡീക്രിപ്ഷൻ ആണെങ്കിൽ DC. സിമ്മട്രിക് EC എൻക്രിപ്ഷന് വേണ്ടി, സിമ്മട്രിക് ഡീക്രിപ്ഷൻ ആണെങ്കിൽ DC.
അപ്പോൾ അതേപോലെ അസിമെട്രിക് എൻക്രിപ്ഷൻ, പബ്ലിക് എൻക്രിപ്ഷൻ ആണെങ്കിലും പബ്ലിക് കീയാണ്. അപ്പോൾ ഇ പിയും ഡി പിയും മനസ്സിലായല്ലോ. EC/DC സിമെട്രിക് എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ, EP/DP പബ്ലിക് കീ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ രണ്ടും നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ പബ്ലിക് കീ എൻക്രിപ്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് പ്രൈവറ്റ് കീ പബ്ലിക് കീയുടെ കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി H എന്ന് പറയുന്ന ഹാഷ് ഫംഗ്ഷൻ ശ്രദ്ധിക്കുക. ഇമെയിൽ സെക്യൂരിറ്റി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം ഓതൻറ്റിസിറ്റി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കൺസെപ്റ്റ് തന്നെയാണ്. സെക്യൂരിറ്റി എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റിയും ഓതൻറ്റിക്കേഷനും കൂടെ കമ്പൈൻഡ് എഫേർട്ടാണ്. അപ്പം എൻക്രിപ്ഷൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ, ഓതൻറ്റിക്കേഷൻ എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഓതൻറ്റിസിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ഹാഷ് ഫംഗ്ഷൻ തന്നെയാണ്. ഇതിന് പുറമെ നമ്മൾ മാക്കിൻ്റെ കൺസെപ്റ്റും ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ കൺസെപ്റ്റും എല്ലാം നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഹാഷ് ഫംഗ്ഷൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓതൻറ്റിസിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ ഇതാ ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടല്ലോ, നമ്മുടെ ഒരു കേളി ബ്രാക്കറ്റ്, റൈറ്റ് കേളി ബ്രാക്കറ്റ് കൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ മെസ്സേജും ഉണ്ട്, നമ്മൾ ജനറേറ്റ് ചെയ്ത സൈനും ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കൺകാറ്റിനേറ്റ് ചെയ്യാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു നൊട്ടേഷൻ കൊടുക്കുന്നത്. ഇനി ഇമെയിൽ ആയതുകൊണ്ട് തന്നെ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ദ സെൻഡർ വിൽ ബി സെൻഡിങ് മെസ്സേജസ് വിച്ച് ആർ ഓഫ് ഹ്യൂജ് സൈസ്, വളരെ വലിയ സൈസ് ആയിട്ടുള്ള ഹ്യൂജ് മെസ്സേജസ്, വലിയ സൈസ് ആയിട്ടുള്ള മെസ്സേജസ് സെൻഡ് ചെയ്യാൻ, ഇമെയിൽ മെസ്സേജസ് സെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ദ തിങ് ഇസ് ദാറ്റ് വി നീഡ് ടു ഗോ ഫോർ കംപ്രഷൻ. നമുക്ക് ചിലപ്പോൾ കംപ്രസ് ചെയ്തിട്ടായിരിക്കും നെറ്റ്വർക്കിൽ കൂടെ പാസ് ചെയ്യാൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കംപ്രഷൻ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സിപ്പ് പോലുള്ള കംപ്രഷൻ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും ലെങ്തി സൈസ് ആയിട്ടുള്ള ഇമെയിൽ മെസ്സേജസിനെ കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇസർ എന്ന് പറയുന്നതാണ് നമ്മളിവിടെ എന്തായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സിപ്പ് കംപ്രഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മുടെ മെസ്സേജിനെ, ഇമെയിൽ മെസ്സേജിനെ കംപ്രസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നൊട്ടേഷനാണ് ഈ Z. ഇനി R64 റാഡിക് 64 അൽഗോരിതം യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഇമെയിൽ മെസ്സേജസ് എല്ലാം നമ്മുടെ ടെക്സ്ച്വൽ മെസ്സേജസ് ആയിട്ടായിരിക്കും സാധാരണ വരുന്നത്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് നമുക്ക് പല രീതിയിലുള്ള മെസ്സേജസ് ഇമെയിൽ വഴി സെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, നോട്ട് ഓൺലി ടെക്സ്ച്വൽ മെസ്സേജസ്. ഓക്കെ, അപ്പം അതിന് വേണ്ടി കമ്പാറ്റബിൾ ആയിട്ട്, ഓക്കെ, വാട്ട് എവർ കണ്ടന്റ് വി ആർ ഗോയിങ് ടു ഇൻക്ലൂഡ് ഇൻ അവർ ഇമെയിൽ മെസ്സേജസ്, കമ്പാറ്റബിൾ ആയിട്ട് എല്ലാ ടൈപ്സ് ഓഫ് എല്ലാ കണ്ടന്റ് ടൈപ്പായിട്ടും നമുക്ക് കമ്പാറ്റബിൾ ആയിട്ട് ഇമെയിൽ മെസ്സേജസിനെ സെൻഡ് ചെയ്യണമെങ്കിൽ റാഡിക് 64 പോലുള്ള അൽഗോരിതംസ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് R64 അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത് ഇമെയിൽ കമ്പാറ്റബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്രയും നൊട്ടേഷൻസ് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ സർവീസ്, ഇത്രയും നൊട്ടേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് PGP ഇമെയിൽ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മളെ സഹായിക്കുന്നത് എന്ന കാര്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും PGP ഈ ഇത്രയും നൊട്ടേഷൻസ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇത്രയും നൊട്ടേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇമെയിൽ സെക്യൂരിറ്റി എങ്ങനെ കൊണ്ടുവരുന്നു എന്ന കാര്യം പറഞ്ഞു തരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് എന്തൊക്കെ സർവീസ് നമുക്ക് PGP വഴി എൻഷുർ ചെയ്യാൻ പറ്റും, ദാറ്റ് മീൻസ് ഇമെയിൽ സെക്യൂരിറ്റിക്ക് വേണ്ടി PGP യൂസ് ചെയ്യുന്നു എന്നത് നമുക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഈ PGPയുടെ സഹായത്തോടു കൂടി ഇമെയിൽ സെക്യൂരിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ കൺസെപ്റ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ഇമെയിൽ സെക്യൂരിറ്റി ഏതൊക്കെ രീതിയിൽ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും, ഓതൻറ്റിക്കേഷൻ എൻഷുർ ചെയ്യാൻ പറ്റും, കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുക, കമ്പൈൻഡ് ഫോം ഓഫ് ഓതൻറ്റിക്കേഷൻ ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, അതിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതും കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 സർവീസസ് അല്ല ശരിക്കും ഈ പറയുന്ന PGP നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. PGP എന്ന് പറയുന്ന സെക്യൂരിറ്റി മെക്കാനിസം 4 സെക്യൂരിറ്റി സർവീസസ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, 5 സെക്യൂരിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ ഇമെയിൽ സെക്യൂർഡ് ആക്കുക എന്ന് പറയുന്നത്, ഏതൊക്കെ സർവീസസ് വെച്ചിട്ടാണ് PGP നമുക്ക് എൻഷുർ ചെയ്ത് തരുന്നത്? ഒന്നാമത്തത് ഇമെയിലിൻ്റെ ഓതൻറ്റിസിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത് നമ്മുടെ മെസ്സേജിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തത് ഓതൻറ്റിക്കേഷനും കോൺഫിഡൻഷ്യാലിറ്റിയും ഒരേപോലെ എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മളെ PGP സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് മൂന്നാമത്തെ സർവീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. ബിക്കോസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ഓൺ ഹൗ യു ക്യാൻ എൻഷുർ ഓതൻറ്റിസിറ്റി ആസ് വെൽ ആസ് കോൺഫിഡൻഷ്യാലിറ്റി വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് PGP. നമ്മളത് നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നാലാമത്തെ എന്താണ്, നമുക്ക് ഇമെയിൽ മെസ്സേജസിനെ കംപ്രസ് ചെയ്യാം. മനസ്സിലായോ? നിങ്ങൾ വലിയ ലെങ്തി മെസ്സേജ് ആയിപ്പോയി എന്നോർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട. ബിക്കോസ് PGP യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത്രയും വലിയ മെസ്സേജസിനെ കംപ്രസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നെറ്റ്വർക്കിൽ കൂടെ അയക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ ചെറിയ മെസ്സേജസ്, ഇമെയിൽ മെസ്സേജസിനെ മാത്രമേ നമുക്ക് ഈ PGPയുടെ കൺസെപ്റ്റ് വെച്ച് സെക്യൂർഡ് ആയിട്ട് അയക്കാൻ പറ്റുള്ളൂ എന്ന് കരുതണ്ട. ഓക്കെ, അപ്പോൾ കംപ്രഷനും ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. 5ാമത്തെ സർവീസ് എന്താണ്, ഇമെയിൽ കമ്പാറ്റബിലിറ്റി. ഞാൻ പറഞ്ഞില്ലേ,
റാഡിക് 64 പോലുള്ള അൽഗോരിതംസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്താ ചെയ്യാം, വാട്ട് എവർ കണ്ടൻറ്റ് യു ആർ ഗോയിങ് ടു ഇൻക്ലൂഡ് ഇൻ ടു ദ ഇമെയിൽ മെസ്സേജസ് വി ക്യാൻ freely send, okay, without any issues or without any further problems we can freely send through the network. മനസ്സിലാവുന്നുണ്ടല്ലോ, ഇമെയിൽ കമ്പാറ്റബിലിറ്റി. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും 5 സർവീസസ് ആണ് ശരിക്കും PGP പ്രൊവൈഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, PGP റിലേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഈ സർവീസസ് തന്നെയാണ് ചോദിക്കാറ്. ഒന്നെങ്കിൽ ഈ സർവീസസ് മൊത്തത്തിൽ ചോദിക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഒരു സർവീസ് എങ്ങനെ PGP നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് അതിനെ ബേസ് ചെയ്ത് മാത്രം ചോദിക്കാം. ദാറ്റ് മീൻസ് ഹൗ യു ക്യാൻ എൻഷുർ ഓതൻറ്റിക്കേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് PGP വഴി എങ്ങനെ നിങ്ങൾക്ക് ഓതൻറ്റിസിറ്റി ഓഫ് ദ നെറ്റ്വർക്ക് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും, ഇമെയിൽ മെസ്സേജസ് എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റിയും ഓതൻറ്റിക്കേഷനും കൂടി ഒരുമിച്ച് എങ്ങനെ നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും, അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ എനി ഹൗ PGP റിലേറ്റ് ചെയ്ത് PGP പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെ റിലേറ്റ് ചെയ്ത് എന്തായാലും എന്തുണ്ടാവും, ഒരു പെർട്ടിക്കുലർ